everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് ലിപ് ബാംസ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ലിപ് ബാംസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്നത് സമ്മർ ഫ്രൈഡേസ് എന്നുള്ളൊരു കമ്പനിയുടെ ലിപ് ബാമാണ്. ഇതെന്ന് പറയുമ്പോൾ ലിപ് ബട്ടർ ബാമാണ്. ഇതിൻ്റെ ഒരു വേരിയൻ്റ് എന്ന് വെച്ചാൽ ഐസ്ഡ് കോഫി എന്നാണ്. ഇങ്ങനെയാണ് ആ പാക്കേജിങ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാക്കേജാണ്. ഇതെന്ന് പറയുമ്പോൾ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇനി അത് സ്വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ടിപ്പിലാണ് വരുന്നത്, നല്ലൊരു സിലിക്കോൺ ടിപ്പിൽ. ഇത് ഒത്തിരി കളറൊന്നുമില്ല, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡേ ഉള്ളൂ. അപ്പോൾ നല്ല ഐസ്ഡ് കോഫിയുടെ മണമാണിത് എപ്പോൾ ഇട്ടാലും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു നോർമൽ ലിപ് ബാം പോലെയാണ്, ഒത്തിരി സ്പെഷ്യലായിട്ടൊന്നുമല്ല. ഇത് നമുക്ക് ഇന്ത്യയിൽ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പം പുറത്ത് ആരിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് പല വേരിയൻസ് ഉണ്ട്. എനിക്ക് ഇത് ഇഷ്ടമാണ്. വേറെ വേരിയൻറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ബർത്ത്ഡേ കേക്ക് എന്നുള്ളൊരു വേരിയൻ്റ് ഉണ്ട്. അത് നല്ല മണമാണ്. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലിപ് ബാം. നെക്സ്റ്റ് ഞാൻ നേരത്തെ എനിക്കൊന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. റോഡ് ലിപ് ബാം, ഹെയ്ലി ബേബറിൻ്റെ ബ്രാൻഡ് റോഡ് എന്നുള്ള കമ്പനിയുടെ ലിപ് ബാമാണ്. ഇതെന്ന് പറയുമ്പോൾ എസ്പ്രെസ്സോയും റിബൺ എന്നുള്ള വേരിയൻ്റാണ്. ഇതിൻ്റെ മണം എന്ന് പറയുമ്പോൾ ഒരു ടിറാമിസുയുടെ മണവും, ഇത് മണമില്ല. അപ്പോൾ അവർക്ക് തന്നെ ഒത്തിരി മണമുള്ളതും മണമില്ലാത്ത വേരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് രണ്ടെണ്ണം. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു ബ്രൗണി അങ്ങനത്തെ ഒരു കളറാണ്. ബ്രൗണിഷ് കളർ തന്നെയാണ്. അപ്പം ഞാൻ അതിന് പുറത്ത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അത് ഇട്ടായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു റെഡ് കളർ തോന്നുന്നത്. പക്ഷെ ഒരു പ്രോപ്പർ ബ്രൗൺ ലിപ് ബാമാണത്. ഇതാണ് നെക്സ്റ്റ് ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള ലിപ് ബാം. ഇത് ഒത്തിരി കളറില്ല, പക്ഷെ എന്നാലും ചെറിയൊരു പിങ്കിഷ് ടിഞ്ച് വരുന്നൊരു ലിപ് ബാമാണ്. ഇത് രണ്ടും നല്ല ലിപ്സിനെ നല്ല രീതിയിൽ ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഈ എസ്പ്രെസ്സോ എന്നുള്ളൊരു ആ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സ്ഥിരം പറയുന്ന ലനേജിൻ്റെ തന്നെ ഒരു ലിപ് ബാമാണ്. ഇതെന്ന് പറയുമ്പോൾ പല വേരിയൻസിലുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വാനില വേരിയൻ്റ് ഉണ്ട്. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി ഷോർട്ട് കേക്ക് എന്നുള്ളൊരു വേരിയൻ്റാണ്. എന്ന് പറയുമ്പോൾ ഒരു 3 ലെയറായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഉപയോഗിച്ച് ഒത്തിരിയായി. അപ്പോൾ ഇത് നിങ്ങളുണ്ടോ തീരാറായി. ഞാൻ സ്ഥിരം നൈറ്റ് ഇട്ടിട്ട് കിടക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ലിപ്സ് ആവും. ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒത്തിരി കളറൊന്നുമില്ല. നമുക്ക് രാവിലെ ഇടാം, രാത്രി ഇടാം. ഞാൻ ഒരു ലിപ് മാസ്ക് ആയിട്ടാണ് ഇടുന്നത്. പക്ഷേ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ലിപ് ബാമാണ് ലനേജിൻ്റെ. ഇതൊരു കൊറിയൻ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അതെ, കൊറിയൻ ബ്രാൻഡാണ്. നൈക്കയിൽ കിട്ടും. ഇതിൻ്റെ പ്രൈസ് 1750 ആയിരുന്നു. എന്തോ ഓഫറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 1500 എന്തോ കിട്ടിയായിരുന്നു. ഇതായിരുന്നു ആ ലനേജിൻ്റെ ലിപ് ബാം. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഡിയോറിൻ്റെ ലിപ് ഗ്ലോ എന്നൊരു ലിപ് ബാമാണ്. ഇതിൻ്റെ പാക്കേജിങ് വേണം, നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനൊരു പിങ്ക് പാക്കേജാണ് ഇങ്ങനെ വരുന്നത്. താഴെ സിൽവർ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ തുറക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ലിപ് സ്റ്റിക്ക് പോലത്തെ ഉള്ള ലിപ് ബാമാണ്. ഇത് ഞാൻ യൂഷ്വലി പുറത്തൊക്കെ പോകുമ്പം വെറുതെ ഇടാറുണ്ട്. ചെറിയൊരു പിങ്കിഷ് പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ മേടിച്ചായിരുന്ന ഒരു കളർ കുറച്ച് ഡാർക്കായിരുന്നു. ഇപ്രാവശ്യം മേടിച്ച് കുറച്ച് ലൈറ്റായിപ്പോയി. പക്ഷെ എന്നാലും ഭയങ്കര നല്ല ലിപ് ബാമാണ്. ഇതിൻ്റെ പ്രൈസ് കുറച്ച് ഒന്ന് കൂടുതലാണ്, കാരണം ഇതൊരു ലക്ഷറി ബ്രാൻഡ് ആയതുകൊണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് 012 റോസ് വുഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഒത്തിരി കളറൊന്നുമില്ല, എന്നാലും ചെറിയ കളറേ ഉള്ളൂ. ഇതാണ് ഡിയോറിൻ്റെ ലിപ് ബാം. നല്ല പാക്കേജാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ബാഗിനകത്ത് എപ്പോഴും ഒരു ലക്ഷറി ആയിട്ടുള്ള ലിപ് ബാം വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ്
ഡിയോറിൻ്റെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ബാം എന്ന് പറയാം. എന്ന് പറയുമ്പം ഇതൊരു എല്ലാം ഒരു പിങ്ക് വേരിയൻ്റ് ആണ് എൻ്റെ. കാരണം എനിക്ക് പിങ്കും ബ്രൗൺസും ആണ് കൂടുതൽ കളേഴ്സായിട്ട് ഇഷ്ടം. അപ്പം ഞാൻ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് തുറക്കുമ്പോൾ നോർമൽ ഇങ്ങനത്തെ ഒരു വോണ്ടിൽ തന്നെ ഒരു കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പം നമ്മൾ വേറെ ലിപ്സ്റ്റിക്കിൻ്റെ പുറത്തൂടെ ഒക്കെ ഗ്ലോസ് ആയിട്ട് അല്ലെങ്കിൽ ബാമായിട്ട് ഇടാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും. ഇതിൻ്റെ ഷെയ്ഡും നല്ല ഭംഗിയാണ്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ലിപ് ബാംസ്. കുറേ അല്ലാതെ പണ്ടൊക്കെ ഉപയോഗിച്ച ലിപ് ബാമിൽ മെയ്ബിലിൻ ലിപ് ബാം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ലിപ്സ് കുറച്ച് ഡ്രൈ ആവും. അപ്പം ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ലനേജ് ആയിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി നാൾ ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പ്രൈസിന് വേർത്താണ് ഈ ലനേജിൻ്റെ ലിപ് ബാം. അപ്പം നിങ്ങളിത് പറ്റുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.